കഴിക്കുന്നവർ വിശപ്പും ദാഹവും തീർത്ത് പോകണം. ആപ്പിള്, പൈനാപ്പിള്, പപ്പായ, പിന്നെ പാല്, പഞ്ചസാര, ഐസ്, ഒരു തുള്ളി വെള്ളമില്ല. 50 രൂപ, ഒരു ഗ്ലാസ് 50 രൂപ. വിശപ്പും മാറണം, ദാഹവും തരണം. അവർ തരുന്ന പൈസയ്ക്ക് എന്തെങ്കിലും പ്രയോജനം വേണം. ഞാൻ എനിക്ക് കിട്ടിയ വെറും 300 രൂപയാണ്. ആ 300 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ 300 രൂപ ഗ്യാസ് മേടിക്കണം വണ്ടിക്ക്. കിട്ടും, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ അത് ഇപ്പം ആൾക്കാർ കൂടി തുടങ്ങി. ഒരു ബക്കറ്റ് തീർന്നുകൊണ്ടിരുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഒരു ബക്കറ്റ്, ഇപ്പം ഉച്ചയാകുമ്പോഴേ ഒരു ബക്കറ്റ് തീരുന്നുണ്ട്. ആൾക്കാർ ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെറുപ്പം മുതലേ ഇങ്ങനെ വേഷം ധരിച്ച് ശീലിച്ച. അപ്പൻ്റെ അനിയൻ്റെ മകള് ഡോക്ടറാണ്, അളിയൻ ഡോക്ടറാണ്, സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്, അവരുടെ മക്കള് ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നതാണ്. ബിസിനസ് തകർന്നതാണ്. ജീവിതം മൊത്തം തകർന്നപ്പോൾ തെരുവ് കച്ചവടത്തിന് ഇറങ്ങി. സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമി പോലും ഇല്ല. ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ 6 മക്കളാണ്, 9 മക്കളാണ്, 6 പെണ്ണും 3 ആണും. ഇതിൽ ഏറ്റവും നന്നായിട്ട് ജീവിച്ച ഞാനാണ്. ഇപ്പൊ ഏറ്റവും പരാജയപ്പെട്ട ഞാനാണ്. നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ കൊടുത്ത് ശീലിച്ച ഒരാളാണ്. എൻ്റെ ഫാദർ പഠിപ്പിച്ച അങ്ങനെയാണ്. കാരണം മറ്റുള്ളവരെ സഹായിക്കുക. നമ്മുടെ കാര്യമല്ല മെയിനായിട്ട് നോക്കാനുള്ളത്. കാരണം നമ്മുടെ കാര്യം ഒന്നുമല്ല, നമ്മക്കാളും കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടമില്ല. കാരണം എനിക്ക് ശരീരസുഖം ദൈവം തരുന്നുണ്ട് അധ്വാനിക്കാൻ. ഇതല്ലെങ്കിൽ വേറൊന്ന് കിട്ടുന്നത് നമ്മുടെ പോക്കറ്റിലല്ല വയ്ക്കാനുള്ളത്. ദൈവം നമുക്ക് ശരീരസുഖം തന്നാൽ മാത്രം മതി. ആ അധ്വാനിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ കൂടി ഉപകരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷെഡ് കെട്ടാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞ വർഷം ചെയ്തത്. അപ്പോൾ ആ ഷെഡ് അങ്ങനെ പൊളിഞ്ഞു പോയി. പക്ഷെ ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ കാശില്ല. 10,000 രൂപ ആവും ഷീറ്റൊക്കെ വാങ്ങുമ്പോഴേ. ഇത് മനുശ്ശേരി എന്ന് പറയും. ഒറ്റപ്പാലത്തുനിന്ന് ഷൊർണൂർ പോകുന്ന റൂട്ടിൽ മനുശ്ശേരി എന്ന് പറയും. അപ്പോഴേ നമ്മുടെ ജോണേട്ടന്റെ ഫ്രൂട്ട് സലാഡ് കഴിയാനായി അല്ലേ? ഫ്രൂട്ട് സലാഡ് എന്താ പറയാ? ഫ്രൂട്ട് സലാഡ് ഏകദേശം ഇപ്പൊ കഴിയാനായി. ഇപ്പൊ അത്യാവശ്യം കസ്റ്റമർ ഉണ്ട് തോന്നുന്നു അല്ലേ? കഴിച്ചവരൊക്കെ നല്ല റിവ്യൂ ആണ് പറയണത്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. എന്തായാലും പാലക്കാട് ഒറ്റപ്പാലം കൊളപ്പുള്ളി റോഡിൽ പോകുന്നവരൊക്കെ ജോണേട്ടന്റെ ഈ ഫ്രൂട്ട് സലാഡ് ഒന്ന് കഴിക്കാൻ മറക്കരുത്. സംഭവം സൂപ്പറാണ്. അപ്പോൾ ജോണേട്ടാ ഞങ്ങൾ പോവാ. ഓക്കെ എന്നാ ശരി.